ഹായ് എവ്രി വൺ. ഇന്ന് ഞാനൊരു ഇവൻ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു ഹോളി കമ്മ്യൂണിയൻ ആണ്, ആദ്യ കുർബാനയുടെ ഇവൻ്റാണ് ഞാൻ ഇന്ന് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്, മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പം 2 കുട്ടികളുണ്ട്, അവർ സിബ്ലിങ്സ് ആണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞിട്ട്, ചർച്ചിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് റിസപ്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ റിസപ്ഷനാണ് ഞാൻ ഇന്ന് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സട്ടിൽ കളറാണ് ഡ്രസ്സ് കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊരു ഹോളി കമ്മ്യൂണിയൻ ആണ്. അപ്പോൾ ഹോളി കമ്മ്യൂണിയൻ നമ്മൾ പൊതുവേ ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം പോലുള്ള കുറച്ച് ക്രിസ്ത്യൻ സെറിമണീസ് ഒക്കെ നമ്മൾ കുറച്ച് വൈറ്റ് അല്ലെങ്കിൽ സട്ടിൽ കളേഴ്സ്, ബേജ് പോലുള്ള കളേഴ്സൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു ആഷ് കളർ അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ, ഏത് കോസ്റ്റ്യൂം വേണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വൈറ്റ് എടുത്താലോ എന്ന്. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ അടുപ്പിച്ച് കുറേ ബാപ്റ്റിസം ചെയ്തായിരുന്നു. ബാപ്റ്റിസം റിസപ്ഷൻ ചെയ്തായിരുന്നു, ഹോസ്റ്റ് ചെയ്തായിരുന്നു. അതുപോലെ ഈ പറഞ്ഞ പോലെ ഹോളി കമ്മ്യൂണിയനും ഞാൻ 2-3 എണ്ണം ഹോസ്റ്റ് ചെയ്തപ്പോഴും വൈറ്റ് ആണ് എടുത്തത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഗ്രേ കളർ അല്ലെങ്കിൽ അതേപോലെയുള്ളൊരു ഷെയ്ഡ് കോസ്റ്റ്യൂം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് അങ്ങനത്തെ ഒരു കളറാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊരു ഗ്രേ കളറിൽ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു പീച്ച് കളറിലെ സ്റ്റോൺ വർക്ക് വരുന്ന ഒരു നെറ്റിൻ്റെ മെറ്റീരിയലാണ്. അകത്ത് സാറ്റിൻ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്വന്തം ഡിസൈനാണ് ഇത്. 2020 കല്യാൺ സിൽക്സിൽ നിന്ന് എടുത്ത മെറ്റീരിയൽ വെച്ച് ഞാൻ എൻ്റെ സ്വന്തം ഡിസൈനിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഇവിടുത്തെ സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ട്, അവിടെ ചേച്ചിയെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. നമ്മൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മഴ. ഈവനിങ് 7 o'clock ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 5 o'clock ആയതേ ഉള്ളൂ, പക്ഷെ നല്ല മഴയാണ്. എനിവേ പോകാൻ തീരുമാനിച്ചു, മഴയത്ത് ഇറങ്ങി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് മഴ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ചെന്നപ്പോഴത്തേനും മഴയെല്ലാം മാറി. നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ചെന്നപ്പോൾ അവിടെ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ല, അത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളായിരുന്നു. അപ്പം ഇതാണ് കൺവെൻഷൻ സെൻറ്റർ. മാവേലിക്കര പുന്നമൂടുള്ള ഗ്രേസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ഇവൻ്റ് നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് അടുപ്പിച്ച് ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. മാത്രമല്ല കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഇവൻറ്റിന് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്തായാലും, ഞാനൊരു ഇവൻറ്റിന് ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും എന്തായാലും ഹാപ്പി ആയിരിക്കും. അപ്പം ഞാൻ വളരെ നേരത്തെയാണ് ചെന്നിരിക്കുന്നത്. ഞാൻ നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു ഇവൻറ്റിന് ചെന്നാലും മിനിമം ഒരു 30 minutes മുന്നെങ്കിലും നമ്മൾ ചെല്ലും. എന്നാൽ അങ്ങനെ ചെല്ലാൻ പറ്റാത്ത അവസരങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കും. അപ്പം മാക്സിമം നമ്മൾ ഇവൻ്റൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ നേരം നേരത്തെ ഇറങ്ങുക, ഒരു 30 minutes മുന്നേ ചെല്ലാൻ ശ്രമിക്കുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവൻ്റ് ഹോസ്റ്റ് ചെയ്യുന്നതിൽ ടെൻഷൻ എന്ന് പറയുന്നൊരു കാര്യമേ ഇല്ല. എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ചെല്ലാൻ പറ്റുമോ എന്നുള്ള ടെൻഷനാണ്. പക്ഷെ അതൊക്കെ ഓക്കെയാണ്. ഞാൻ എന്ത് വില കൊടുത്തും കറക്റ്റ് സമയത്തിന് ചെല്ലും. നമ്മുടെ ഇന്നത്തെ ഇവൻ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നു. 7:30 കഴിഞ്ഞു ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. First of all, let me introduce myself to you. My name is Serafina, your MC for today. ഇന്നത്തെ ഈ ഒരു സന്തോഷം തരുന്ന ദിവസം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കുറെ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നേ? യെസ്, നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർസ് ആരാണ്? അതെ, കാൽവിൻ ആൻഡ് ക്രിസ്ത്യൻ. ഇന്ന് അവരുടെ ലൈഫിലെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അവരുടെ ലൈഫിൽ വളരെ സേക്രഡ് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ, ആദ്യ കുർബാന. എന്താണ് ആദ്യ കുർബാന? നമ്മുടെ ലൈഫിൽ നമ്മൾ ഈശോയെ ആദ്യമായിട്ട് സ്വീകരിക്കുന്ന ആ ഒരു മൊമെന്റ് ആണ് അല്ലെ? അപ്പൊ അവരുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവരെ സ്റ്റേജിലേക്ക് നല്ലൊരു കൈയടി കൊടുത്ത് സ്വാഗതം ചെയ്യാം. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ. Ladies and gentlemen, here comes the reason for our gathering today. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം കാൽവിൻ ആൻഡ് ക്രിസ്ത്യൻ.
ഹാപ്പി ആയോ? ഹാപ്പി. ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ച് രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർസ് രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും ഇവിടേക്ക് കുറച്ചു പേരോട് വരാനുണ്ട്. ആരായിരിക്കും? യെസ്, അവരുടെ ഫാമിലി. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം മിസ്റ്റർ ബിജോയ് ഷാക്കോ ആൻഡ് മിസസ് ഷീബ ബിജോയ്. ഒപ്പം ഇവരുടെ രണ്ടുപേരുടെയും എൽഡർ സിസ്റ്റർ കാതറിനെയും കസിൻ ടാനിയെയും നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ നമ്മുടെ സൂപ്പർ സ്റ്റാർസ് കാൽവിന്റെയും ക്രിസ്റ്റിന്റെയും ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ കാൽവിന്റെയും ക്രിസ്റ്റിന്റെയും ഫാദർ മിസ്റ്റർ ബിജോയ് ഷാക്കോ, മദർ മിസ്സസ് ഷീബ ബിജോയ് ആൻഡ് അവരുടെ എൽഡർ സിസ്റ്റർ കാതറിൻ ട്രീസ ബിജോയ്. അതേപോലെ അവരുടെ ഒരു കുഞ്ഞു കസനും കൂടിയുണ്ട്, ട്രീസ. അപ്പോൾ എല്ലാവരും ഇവിടെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ലൈഫിലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ദിവസമാണിത്. അവരാദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ച ആ ഒരു ദിവസം. അപ്പൊ നമുക്കിനി ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ നെക്സ്റ്റ് സെറിമണിയിലേക്ക് കടക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കേക്ക് കട്ടിംഗ് സെറിമണി. ഇനി നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞു അവരെല്ലാവരും വളരെ ഹാപ്പിയാണ്, നമ്മളും വളരെ ഹാപ്പിയാണ് അല്ലെ. നമ്മുടെ രണ്ട് സൂപ്പർ സ്റ്റാർസ് ഇന്നത്തെ സ്പെഷ്യൽ ആൾക്കാരാണ്. അവര് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സന്തോഷത്തിന്റെ സിമ്പിൾ ആണ് കേക്ക് എന്ന് പറയുന്നത്. നമുക്കൊക്കെ സന്തോഷം വരുന്നതല്ലേ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും കൂടെ ചേർന്നാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഇവിടെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം.
ഇവൻ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം നേരെ പോയി ഫുഡ് കഴിക്കലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. വീക്കായ്വീസ് എന്ന് പറഞ്ഞൊരു കാറ്റേഴ്സിൻ്റെ ആയിരുന്നു ഫുഡ്. അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടേഴ്സായിട്ട് ഞാൻ നൂൽ പൊറോട്ടയും ബീഫിൻ്റെ ഒരു ഐറ്റമായിരുന്നു എടുത്തത്. അതിനുശേഷം ഫ്രൈഡ് റൈസ് ആയിരുന്നു ഞാൻ എടുത്തത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ ഡെസേർട്ട് ഐറ്റംസൊക്കെ സൂപ്പറായിരുന്നു. ഒരു പുഡിംഗ് ഉണ്ടായിരുന്നു കോക്കനറ്റിൻ്റെ, അത് അടിപൊളിയായിരുന്നു. പിന്നെ ക്യാരറ്റ് ഹൽവ, ബാക്കി ഐറ്റംസ് എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ലാസ്റ്റ് ഫ്രഷ് ജ്യൂസ് കുറേ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വയറ്റിൽ സ്പേസ് ഇല്ലാഞ്ഞത് കാരണം ഞാൻ സ്ഥിരം എടുക്കുന്ന വാട്ടർമെലോൺ ആൻഡ് പൈനാപ്പിൾ ജ്യൂസാണ് എടുത്തത്. നല്ലതായിരുന്നു. പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ, ഡ്രിങ്ക്സ് ഐറ്റംസ്. ബോംബെ സർബത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല ഫ്രൂട്ട്സിൻ്റെ ഉണ്ടായിരുന്നു, കിവി, ഷമം, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അവക്കാഡോ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ ഒന്നും ട്രൈ ചെയ്തില്ല, എൻ്റെ വയറ്റിൽ സ്പേസ് ഇല്ലായിരുന്നു. ഫൈനലി ഇവൻ്റൊക്കെ കഴിഞ്ഞു. ഗസ്റ്റ് എല്ലാവരും പോയി, നമ്മളും തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ കുറേ അടുപ്പിച്ച് ഇവൻറ്റ്സ് ഉള്ള ഒരു മാസമായിരുന്നു ഈ കഴിഞ്ഞു പോയത്. അപ്പം എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ പതുക്കെ ഇടാൻ. ഇന്നത്തെ ഇവൻ്റ് നടന്നത് ഗ്രീസ് കൺവെൻഷൻ സെൻ്റർ ആണ്. മാവേലിക്കര പുന്നമൂടാണ് സ്ഥലം. അപ്പോൾ നമ്മൾ പോവുകയാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മഴയൊന്നും ഇല്ല, നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.